സോഷ്യലിസ്റ്റ് കളക്റ്റീവ് എന്ന പേരിലുള്ള രണ്ടാമത്തെ പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് സോഷ്യലിസ്റ്റ് നാമധേയമുള്ള ഒരു പാർട്ടിയില്ല. പല സംസ്ഥാനങ്ങളിലും സോഷ്യലിസ്റ്റ് പേരുള്ള ജനാധിപത്യ മതേതര പ്രാദേശികമായി കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പി വിശ്വംഭരൻ സാറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ആ സോഷ്യലിസ്റ്റ് എന്ന വാക്കൊഴിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും ആ സിദ്ധാന്തത്തോട് കൂറു പുലർത്തുന്ന ഒരു കാര്യവും പോലുമില്ല. നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ എണ്ണലിനുള്ള ദിവസങ്ങൾ കാത്തു നിൽക്കുകയാണ്. പത്തു വർഷം ഭരിച്ച ഒരു പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാനായിട്ടുള്ള ജനവിധിയും ആ ഭരണമുന്നണിയെ മാറ്റുവാനായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പ്രയത്നവുമൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ ആധാരശിലയായിട്ടുള്ള ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടർന്നും നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ഉയർത്തിയത്. 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് രാജ്യമുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് ഭരണമുന്നണി പറഞ്ഞപ്പോൾ ആ നേട്ടങ്ങളോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ശിഥിലമാക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സർക്കാരിൻ്റെ മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ നേരിട്ടത്. ഇന്ന് സോഷ്യലിസ്റ്റ് കളക്റ്റീവ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 90ാം വാർഷിക ആചരണം സംഘടിപ്പിക്കുമ്പോൾ ഈ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിന് ശേഷം ഈ 7 പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത രീതിയിൽ എന്തു മാറ്റമുണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന് ആത്മപരിശോധന നടത്താനായിട്ടുള്ളൊരു അവസരമായിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ 90ാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത്. നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് കളക്റ്റീവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള സോഷ്യലിസ്റ്റുകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഉണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടത്തിലാണ് 1934 മെയ് മാസം 17-ാം തീയതി പാറ്റ്നയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. ശ്രീ ആചാര്യ നരേന്ദ്രദേവ് ചെയർമാനും ശ്രീ ജയപ്രകാശ് നാരായണൻ ജനറൽ സെക്രട്ടറിയും ശ്രീ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ടാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ കോൺഗ്രസിനുള്ളിൽ രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കുവാൻ, ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന കോൺഗ്രസിനുള്ളിൽ രൂപീകരിക്കുവാൻ അന്നത്തെ അന്തർദേശീയ സാഹചര്യങ്ങൾ പ്രേരക ശക്തിയായിരുന്നു. നമ്മുടെ ദേശീയ 1885 ശ്രീ അലൻ ഒക്ടൻ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് എന്ന സംഘടന രൂപീകൃതമാകുന്നത്. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ പരിദേവനങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ എത്തിക്കുവാനുള്ള ഒരു സംഘടന. ആ സംഘടനയ്ക്ക് ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ നാഡീയിടുപ്പ് ലഭിച്ചത് ശ്രീ ഗാന്ധിജിയും ഗാന്ധിജിക്ക് മുമ്പുമുള്ള
നേതാക്കന്മാരുടെ രംഗപ്രവേശത്തോടു കൂടിയായിരുന്നു. ഗാന്ധിജിയുടെ പ്രവേശനത്തോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ സമര പ്രസ്ഥാനം എന്നുള്ളതിനുപരിയായിട്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ആ പ്രസ്ഥാനത്തിനെ മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക സാന്നിധ്യം കൊണ്ട് സാധ്യമായി. പക്ഷെ കോൺഗ്രസിനുള്ളിലെ അന്നത്തെ യുവ തുർക്കികൾ എന്നറിയപ്പെടുന്ന ശ്രീ ആചാര്യ നരേന്ദ്രദേവ് അന്നത്തെ ഏറ്റവും വലിയ ആദരണീയനായിട്ടുള്ള വന്യ വയോധികനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒഴിച്ചിട്ടുള്ള ശ്രീ റാം മനോഹർ ലോഹിയും അജൂത് പട്വർത്തനും ജയപ്രകാശ് നാരായണനും തുടങ്ങിയിട്ടുള്ള യുവ തുർക്കികൾക്ക് ശക്തമായ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ എല്ലാം ലക്ഷ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കരഗതമാകുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹവും നിയമലംഘന പ്രസ്ഥാനങ്ങളും ഉപ്പ് സത്യാഗ്രഹവും ഒക്കെ കൊണ്ട് കോൺഗ്രസ് ഭരണത്തിനെ പിടിച്ചു കുലുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അഭിപ്രായം അന്നത്തെ ധീര ദേശാഭിമാനികളായിട്ടുള്ള യുവ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് 1917 ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് റഷ്യയിൽ അന്നത്തെ അവിടുത്തെ ഭരണകൂടമായ സാർ ഭരണകൂടത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്. അത് ലോകത്തിനെ ആകെ മാറ്റിമറിക്കുന്ന ഒരു പുത്തൻ രാഷ്ട്രീയ സംവിധാനമായിരുന്നു. ആ ഭരണകൂടം പറഞ്ഞു, ഇന്നു മുതൽ ഈ രാജ്യത്തെ പട്ടിണിക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും തൊഴിലാളികൾക്കുമെല്ലാം തുല്യരായിരിക്കും. മറ്റേതൊരു ആളിനെ പോലെയും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും തുല്യതയും തുല്യ അവസരങ്ങളും ഈ ഗവൺമെൻറ് പ്രദാനം ചെയ്യും. തൊഴിലാളികളോട് അവർ പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ തൊടിയെടുക്കുന്ന പണിശാലകളിലെ തൊഴിലാളികളല്ല നിങ്ങൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലുടമകളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേതനമല്ല, മറിച്ച് ലാഭവിഹിതമാണ് ഞങ്ങൾ നൽകുവാൻ പോകുന്നത്. പാവപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതയൊന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ മറ്റേതൊരാളിനോടൊപ്പം തന്നെ തല ഉയർത്തി നിൽക്കുവാനായിട്ടുള്ള പൊതുജീവിതവും സ്വകാര്യ ജീവിതവും നിങ്ങൾക്കുണ്ടാക്കുന്നതിന് സർക്കാർ നിങ്ങൾക്ക് പിന്തുണയായിട്ട് നൽകുമെന്നുള്ളൊരു തുല്യതയുടെ സമത്വസുന്ദരമായ ഒരു ലോകത്തിൻ്റെ ആ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ലോകത്തെ ആകമാനമുള്ള, അന്ന് ലാറ്റിൻ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊളോണിയൽ വാഴ്ചക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളെയും ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരം വിജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭരണകൂടം ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കും, ജനങ്ങളാൽ തിരഞ്ഞെടുപ്പെടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും. ആ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള പ്രത്യയശാസ്ത്രം സോഷ്യലിസമായിരിക്കും. അത് ലോകത്താകമാനമുള്ള പീഡിതമായിട്ടും ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങൾക്ക് മോചനത്തിൻ്റെ മന്ത്രമായിരിക്കുമെന്ന് പറഞ്ഞത് മുഴുവൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണത്തിൽ ഏർപ്പെട്ടിരുന്ന മുഴുവൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ വാഗ്ദാനം ചെയ്യുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടമെന്ന് പറയുകയുണ്ടായി. പക്ഷെ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സിന് ആ സോഷ്യലിസം എന്ന തത്വശാസ്ത്രം അതേപടി അംഗീകരിക്കുവാനുള്ള വൈമനസ്യമുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് 1927 നമ്മളിന്ന് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ധീര ദേശാഭിമാനികൾ എന്ന് പറയുന്ന ശ്രീ ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും കൂടി നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അതാണ്. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ തുരത്തി ഓടിക്കുവാൻ, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തുവാൻ അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു സോഷ്യലിസം. അന്ന് ശ്രീ ലാലാ ലജപത് റായ് എന്ന് പറയുന്ന വന്യവയോധികനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിനെ നടു റോട്ടിലിട്ട് മൃഗീയമായിട്ട് മർദ്ദിച്ച ഡയർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് കൊന്ന് തങ്ങളുടെ ദേശീയത അവർ പ്രകടിപ്പിക്കുകയുണ്ടായി.
ചന്ദ്രശേഖർ ആസാദിനെ, രാജഗുരുവിനെയൊക്കെ ബ്രിട്ടീഷ് പോലീസുകാർ വെടിവെച്ച് കൊന്നു. പക്ഷേ ശ്രീ ഭഗത് സിംഗിനെ, അദ്ദേഹത്തിനെ തൂക്കിലേറ്റുവാനായിട്ട് ബ്രിട്ടീഷ് കോടതി വിധി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ തൂക്ക് കയറിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾ സഹായിക്കാം, നിങ്ങളൊരു മാപ്പെഴുതി നൽകുവാൻ തയ്യാറാണെങ്കിൽ. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ സൂചകമായി ഗാന്ധിജി നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചു, ഒരു കാരണവശാലും ശ്രീ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുവാനായിട്ട് നിങ്ങളുടെ ഗവൺമെൻറ് തയ്യാറാകരുത്, ആ ശിക്ഷ ഇളവെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു, അദ്ദേഹം മാപ്പെഴുതി നൽകുവാൻ തയ്യാറായാൽ ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. ശ്രീ ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി നൽകുന്നത് തൻ്റെ പെറ്റമ്മയെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞ് ഉയർന്ന ശിരസോടുകൂടി തൂക്കുവേർ വരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷിയായിട്ട് മാറി. ശ്രീ ഭഗത് സിംഗിൻ്റെ ത്യാഗോജലമായിട്ടുള്ള രക്തസാക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ആലോചിക്കണം. നമ്മുടെ രാജ്യത്ത് നിന്ന് വീർ സവർക്കർ എന്ന് പറയുന്ന വീരസവർക്കറെ കുറിച്ച് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ശ്രീ വീർ സവർക്കറും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ നാട് കടത്തുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ താങ്കളൊരു മാപ്പെഴുതി നൽകിയാൽ ആ ശിക്ഷ കുറവ് ചെയ്യുമെന്ന് ബ്രിട്ടീഷുകാർ വച്ചു നീട്ടിയ താലത്തിന് മാപ്പെഴുതി കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തിനെ ചതിച്ച ആ സവർക്കറെയാണ് വീർ സവർക്കർ എന്ന വീരസവർക്കറെയാണ് ഇന്ന് നമ്മളെ രാജ്യത്തെ മതരാഷ്ട്രമാക്കുവാനുള്ള ആളുകൾ കൊണ്ടു നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവരുടെ രക്തസാക്ഷിത്വം കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ക്ഷമയുടെയും നെല്ലിപ്പലക തകർക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അവർ 1934 കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, കോൺഗ്രസിൽ അംഗത്വമുള്ളവർക്ക് മാത്രമേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിനു വേണ്ടി പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഗാന്ധിജി നമ്മുടെ ദേശീയ സമരത്തിന് നൽകിയിട്ടുള്ള ഉത്തമമായ ജനാധിപത്യ മാതൃകകളും അഹിംസയും ഒക്കെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യ സോഷ്യലിസം ആയിരിക്കും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്രയും മുന്നോട്ട് നയിക്കുന്ന സിദ്ധാന്തവുമെന്ന് അവർ ഉറക്കെ പറയുകയുണ്ടായി. 1940 അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉണ്ട്. 1940 കമ്മ്യൂണിസ്റ്റുകാർ അന്ന് സോഷ്യലിസ്റ്റുകാരെ വിട്ടിട്ട് പ്രത്യേക പാർട്ടി ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. 1942 ഗാന്ധിജിയെയും കോൺഗ്രസ് നേതൃത്വത്തിനെ കൊണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന സമരമുറ ആരംഭിക്കുവാൻ കോൺഗ്രസിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അതിലെ മിതവാദികൾ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു, നമ്മൾ ഈ അവസരത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പോലുള്ള ഒരു സമരത്തിലേക്ക് നമ്മൾ പോകുന്നതിനെ കുറിച്ച് 2 വട്ടം ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റുകളുടെ വിജയമായിരുന്നു ഓഗസ്റ്റ് വിപ്ലവം എന്ന് പറയുന്ന 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുമ്പോൾ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ നേതാക്കന്മാരെല്ലാം ജയിലഴിക്കുള്ളിലായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ ആചാര്യ നരേന്ദ്രദേവും അദ്ദേഹം ജയിലഴിക്കുള്ളിലായിരുന്നു. പക്ഷേ ആ സമരത്തിന്റെ നേതൃത്വം നൽകിയത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു. അവരുടെ പ്രവർത്തന ഫലമായിട്ട് അതൊരു മിതവാദി സമരം എന്നുള്ളതിന് ഉപരമായിട്ട് അതൊരു വിപ്ലവ സമരമായിട്ട് മാറ്റുവാനായിട്ട് കഴിഞ്ഞു. നാസിക് ജയിലിൽ നിന്നും ശ്രീ ജയപ്രകാശ് നാരായണൻ ജയിൽ ചാടി. അന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രത്യേക വാർത്താ സംപ്രേഷണം നടത്തുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ റെയിൽ പാതകളെല്ലാം തകർക്കപ്പെടുവാനായിട്ടുള്ള ഇടയായി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിടിച്ചു കൊലക്കുവാൻ ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കഴിഞ്ഞത് സോഷ്യലിസ്റ്റുകാരുടെ ത്യാഗോജലവുമായ വിപ്ലവ പോരാട്ടത്തിന്റെ ഫലമായിരുന്നു. നമുക്ക് 1947 നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഇന്നും നമ്മൾ പറയുന്നത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചറിവ് കിട്ടിയ ഇനി ഈ നാട്ടിൽ തുടരുവാൻ കഴിയില്ല എന്നും ഒന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേട്ടവും അതുവഴി നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് സോഷ്യലിസ്റ്റുകാർ ഉത്തരവാദികളാണ്. അതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് സോഷ്യലിസ്റ്റുകാർക്കാണെന്ന് മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം ഉണ്ടായി, ഒരു ഭരണഘടനയുടെ കീഴിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായി. സോഷ്യലിസ്റ്റുകൾ ഭരണത്തിൽ നിന്ന് മാറി നിന്നു. ശ്രീ നെഹ്റു, അന്ന് ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി 1952 പറഞ്ഞു, സോഷ്യലിസ്റ്റുകാർ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്
അവസാനിപ്പിച്ച് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തെ മാറ്റിമറിക്കുവാനായിട്ട് നിങ്ങൾ പറയുന്ന സോഷ്യലിസം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകണം. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിങ്ങളുടെ സിദ്ധാന്തം ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ ജയപ്രകാശ് നാരായണനായിരുന്നു. അദ്ദേഹം ശ്രീ ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെൻറ്റിൽ ചേരുന്നതിന് യാതൊരു വിധമായ വൈമനസ്യവുമില്ല, പക്ഷേ ഞങ്ങളിതാൽ ഒരു 14 പരിപാടി വെക്കുന്നു. ഈ 14 പരിപാടികൾ നടപ്പിലാക്കുവാൻ നിങ്ങളുടെ ഗവൺമെൻറ് തയ്യാറാകുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൽ ചേരുവാൻ ഞങ്ങൾ തയ്യാറാണ്. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 10% വോട്ട് കേന്ദ്ര പാർലമെന്റിനും 205 നിയമസഭാംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലുമായിട്ടുണ്ട്. ആ ശ്രീ 14 പരിപാടി എന്ന് പറയുന്നത് അഴിമതി പരിപൂർണമായിട്ട് അവസാനിപ്പിക്കുക, ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളിലുമുള്ള അഴിമതി അവസാനിപ്പിക്കുക, ഭൂസ്വാമിമാരിൽ നിന്നും ഭൂമി ഇല്ലാത്തവന് നൽകുക, അധികാര വികേന്ദ്രീകരണം നടത്തുക, തൊഴിലാളികൾക്ക് തൊഴിൽശാലകളിൽ അതിൻ്റെ നടത്തിപ്പിൽ പങ്കാളികളാക്കുക, അങ്ങനെ തുടങ്ങിയ 14 പരിപാടികൾ സോഷ്യലിസം എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കുവാൻ ഈ രാജ്യത്തെ മാറ്റുവാൻ പര്യാപ്തമായിട്ടുള്ള 14 പരിപാടികളായിരുന്നു. ശ്രീ നെഹ്റു പറഞ്ഞു, ഈ പരിപാടികളോടെല്ലാം എനിക്ക് യോജിപ്പാണ്, പക്ഷേ ഇതിന് എത്ര കാലത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തത നൽകുവാൻ കഴിയില്ല. അതുമാത്രമല്ല, എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പാർട്ടിയോട് സംസാരിക്കണം, അതിന് എനിക്ക് സമയം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ശേഷം പ്രധാനമന്ത്രിമാർ വന്നെങ്കിൽ പോലും സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരനും ദരിദ്രധാരാണന്മാരുടെയും സ്ഥിതി മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ആ 14 പരിപാടിയെക്കുറിച്ച് ഇന്നും കോൺഗ്രസിനൊന്നും പറയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനുശേഷം പല ഗവൺമെൻറ്റുകൾ വന്നു. ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു, കോൺഗ്രസിന് ഒരു കാരണവശാൽ ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ പകരം ഈ രാജ്യത്ത് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി അധികാരം ഏൽപ്പിക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു മാറിയ ഒരു അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുക സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഭരണമാണ്. ശ്രീ ജയപ്രകാശ് നാരായണൻ എനിക്ക് പകരം പ്രധാനമന്ത്രിയാകുവാൻ യോഗ്യനാണ്. അത്രയും പറയുവാനുള്ള വൈമനസ്യം കാണിക്കാത്ത ജവഹർലാൽ നെഹ്റുവിന് അങ്ങനെ കഴിഞ്ഞത് ഈ സോഷ്യലിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസം എന്നുള്ള മുദ്രാവാക്യവും അതിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ രാജ്യത്തിൻ്റെ മുമ്പിലുള്ള കളങ്കരഹിതമായിട്ടുള്ള അഴിമതിരഹിതമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞിട്ട് 1977 സോഷ്യലിസ്റ്റ് പാർട്ടി ജനതാ പാർട്ടി ലയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാണ്ടായി. നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന കാലയളവിൽ മുഴുവനും 1937 മുതൽ 1977 വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ടവന്, നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരനു വേണ്ടി എന്തെല്ലാം പടലപ്പിണക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഒരുമിച്ച് നിന്ന് അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തുവാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. നമ്മുടെ രാജ്യത്തിലെ ടാറ്റയും ബിർളയും സിംഘാനിയും ഒക്കെ ഈ രാജ്യത്തിലെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധിക്കുവാൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഞാനിന്ന് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളിന്ന് 2024 നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റാണ്, ഒരു ശ്രീ BJPയുടെയും ശ്രീ നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. 1990 നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട് നമ്മുടെ ഉദാരവൽക്കരണവും നമ്മുടെ വിപണി തുറന്നിടലും സ്വകാര്യവൽക്കരണവും ഒക്കെ നടന്നു. കോൺഗ്രസ് 1955 ഈ സോഷ്യലിസം എന്നുള്ള വാക്കിൻ്റെ ശക്തിയാൽ ആവടി കോൺഗ്രസിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലെ ഒരു ലക്ഷ്യമായി തിരഞ്ഞെടുക്കുവാൻ കോൺഗ്രസ് നിർബന്ധിതരായി. പക്ഷേ 1991 ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിന് ശേഷം കോൺഗ്രസ് ഭരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രനാഥ് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായി. ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന. നമ്മുടെ രാജ്യം 5ാമത്തെ സമ്പന്ന രാഷ്ട്രമായി കഴിഞ്ഞു എന്നാണ് ശ്രീ മോഡി അവകാശപ്പെടുന്നത്. ശ്രീ മോഡിയുടെ അവകാശവാദം അടുത്ത ഒരു ടേം കൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 എന്നുള്ളതിനെ ഞാൻ 3ാം സാമ്പത്തിക ശക്തിയാക്കി നമ്മുടെ രാജ്യത്തിനെ ഉയർത്തുമെന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലും
നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിലും അദ്ദേഹം പറയുന്നത്. നമ്മൾ അദ്ദേഹം വീമ്പിളക്കിക്കൊണ്ട് പറയുന്നു, നമുക്ക് 5ാം സ്ഥാനം കിട്ടിയപ്പോൾ 6ാം സ്ഥാനത്തൊരു രാജ്യമുണ്ട്. നമ്മളെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇന്നത്തെ അവരുടെ ബ്രിട്ടീഷ് യുണൈറ്റഡ് കിങ്ഡമാണ് 6ാം സ്ഥാനത്ത് 6ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ളത്. നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ മുകളിലെത്തുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് അവകാശപ്പെട്ടു. ഇന്ന് പ്രതിശിക്ഷ വരുമാനമാണ് നമ്മുടെ രാജ്യത്തിലെ വളർച്ചയുടെ ഒരു തോത് നിശ്ചയിക്കുന്നത്. ആ പ്രതിശിക്ഷ വരുമാനത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ $45,850 പ്രതിശിക്ഷ വരുമാനമുള്ള ബ്രിട്ടനും നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ രാജ്യത്തിലെ പ്രതിശിക്ഷ വരുമാനം എന്ന് പറയുന്നത് $2,819 എന്നാണ് പറയുന്നത്. അതായത് അതിലെ 30-ലൊരു അംശം ഉള്ള പ്രതിശിക്ഷ വരുമാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രതിശിക്ഷ വരുമാനമുള്ള രാജ്യം, 145 കോടി ജനങ്ങളിൽ 72 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് 345 രൂപയ്ക്ക് താഴെ പ്രതിദിന വരുമാനമുള്ള ആളുകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ സ്പെൻഡിങ് ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള ഒരു അച്ഛനും അമ്മയും ഒരു മകനുമുള്ള ഒരു കുഞ്ഞുമുള്ള ഒരു കുടുംബത്തിന് 2 നേരം ഭക്ഷണം കഴിക്കുവാനായിട്ട് 500 രൂപ വേണം. 500 രൂപയുള്ള സ്ഥാനത്താണ് 375 രൂപ മാത്രം പ്രതിദിനം ഉണ്ടാക്കി കഴിയുന്ന 72 കോടി ജനങ്ങൾ. ശ്രീ മോഡി തന്നെ പറഞ്ഞു, അടുത്ത 5 വർഷം ഞാൻ അധികാരത്തിൽ വന്നാൽ 80 കോടി ജനങ്ങൾക്ക് ഞാൻ സൗജന്യ റേഷൻ നൽകും. അപ്പോൾ 5ാം സാമ്പത്തിക ശക്തിയായി 3ാം സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യയിൽ 80 കോടി ജനങ്ങൾ അഷ്ടിക്ക് വകയില്ലാത്ത ദരിദ്ര നാരായണന്മാരുണ്ട് എന്ന് ശ്രീ മോഡി തന്നെ സമ്മതിക്കുന്നു. ആ 72 കോടി ജനങ്ങളിൽ 42 കോടി ജനങ്ങളുടെ മുകളിൽ തലയ്ക്ക് മേളിൽ തലച്ചായ്പില്ല. അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, കയ്യേറ്റ തൊഴിലാളികളാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ അധ്വാനിച്ചാൽ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മുടെ നഗരങ്ങളിൽ പാലങ്ങൾക്കടികളിലും റോഡുകളുടെ വശങ്ങളിലും ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ ദരിദ്രമായ ചുറ്റുപാടിൽ എല്ലാ സമസ്ത രംഗങ്ങളിൽ നമ്മുടെ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള അവരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരെന്ന് പറയുന്നതിനേക്കാളും ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്. അവരുടെ തൊഴിൽ രാഹിത്യം എന്ന് പറയുന്നത് ഇന്ന് 65%. ഏകദേശം 80% ഹയർ സെക്കൻഡറി പാസ്സായിട്ടുള്ള നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിലില്ല. 2000 കാലഘട്ടങ്ങളിൽ അത് 35%. 100% വർധനവാണ് നമ്മുടെ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 53 ദശലക്ഷം ആളുകൾ ഓരോ വർഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പോവുകയാണ്. കാരണം 375 രൂപയ്ക്ക് താഴെയുള്ള വരുമാനത്തിൻ്റെ ആളുകളിലേക്ക് പോവുകയാണ്. ഓരോ നിമിഷവും 2 ഇന്ത്യക്കാരനും അതിദരിദ്രരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും അതിദരിദ്രരായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീ നരേന്ദ്രദാസ് മോഡി അദ്ദേഹം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം അങ്ങ് അഹമ്മദാബാദിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീ ഗൗതം അദാനിയുടെ സ്വകാര്യ വിമാന ജെറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്താനായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 50,000 കോടി രൂപയാണ്. 2024 നമ്മുടെ രാജ്യത്തിലെ സമ്പന്നന്മാരുടെ ആസ്തിയുടെ കണക്കെടുക്കുന്ന ഒരു മാഗസീനുണ്ട്, ഫോബ്സ് മാഗസീനിൽ. അദ്ദേഹം ഇന്ന് നമ്മളെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നന്മാരിൽ 2ാമത്തെ സമ്പന്നനാണ്. 13.5 ലക്ഷം കോടി ഡോളറിൻ്റെ ആസ്തിയുള്ള 23% വർധനവാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ കഴിഞ്ഞു 10 വർഷക്കാലം കൊണ്ടുണ്ടായത്. നമ്മുടെ ദേശീയ സമ്പാദ്യത്തിൻ്റെ 73% പോകുന്നത് 10% വരുന്ന നമ്മുടെ സമ്പന്നന്മാർക്കാണ്. 2011 നമ്മുടെ രാജ്യത്തിലുള്ള 2000 അത് 9 നമ്മുടെ ശതകോടീശ്വരന്മാരായിരുന്നു. ഇപ്പം 2024 142 ശതകോടീശ്വരന്മാരാണ്. ഈ 142 ശതകോടീശ്വരന്മാർക്കുള്ള ആസ്തി എന്ന് പറയുന്നത് 719 ലക്ഷം കോടി $. ആ $, ഒരു ഡോളറിന് ഏകദേശം 110 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് വാക്കുകൾ കൊണ്ടത് എത്രയാണെന്ന് പറയുവാൻ കഴിയില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2022 ബഡ്ജറ്റ് എന്ന് പറയുന്നത് 24,552 കോടി രൂപയാണ്. നമ്മുടെ മറ്റൊരു വലിയ 1ാം സ്ഥാനത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നം നിൽക്കുന്ന നമ്മുടെ അംബാനി
ധീരുഭായ് അംബാനിയുടെ മകൻ മുകേഷ് അംബാനിയുടെ സ്വത്ത് എന്ന് പറയുന്നത് 1,75,00,000 കോടി രൂപയാണ്. അദ്ദേഹത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം. അതായത് 175% വർധനവാണ്, 30% വർധനവാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിലുണ്ടായത്. നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നിരർത്ഥകരാകി പോകുമ്പോൾ 142 വരുന്ന ശതകോടീശ്വരന്മാരുടെ ആസ്തി എന്ന് പറയുന്നത് 30% വർധനവാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് വെട്ടിക്കുറച്ചു. അപ്പം നമ്മുടെ രാജ്യത്തിന്ന് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഈ വലിയൊരു ഗ്യാപ്പ് നമ്മുടെ രാജ്യത്ത് നിൽക്കുകയാണ്, ഒരു വലിയ വിടവ് നമ്മുടെ രാജ്യത്ത് നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ ഒരു ദിവസ തൊഴിലാളിക്ക് കിട്ടുന്ന തുക കൊണ്ട് ഇത് ഈ പറയുന്ന ഗ്യാപ്പുണ്ട്, സംഭവിക്കും. പക്ഷേ നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്, ഡെമോക്രാറ്റിക് നമ്മുടെ ജനാധിപത്യ സോഷ്യലിസം നടപ്പിലാക്കിയിട്ടുള്ള ഇന്നും ഈ മനുഷ്യർ, ആ രാജ്യങ്ങളിൽ വസിക്കുന്ന മനുഷ്യർക്കാണ് ഇന്ന് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവരെന്ന് പറയുന്നത്. അവരെയാണ് നമ്മുടെ ക്രാഡിൽ, നമ്മുടെ ജനിച്ച ദിവസം മുതൽ മരിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നയിക്കപ്പെടുന്ന രാജ്യങ്ങളിലുള്ള വിടവ് എന്ന് പറയുന്നത് 1:2. 100 രൂപ ശമ്പളം കിട്ടുന്ന ഏറ്റവും താഴെക്കടയിലുള്ള ആളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതിൻ്റെ ഒരുപക്ഷെ ഇരട്ടിയായിരിക്കും. പക്ഷെ നമ്മുടെ രാജ്യത്തിലുള്ള വിടവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള ഒരു സാധാരണ തൊഴിലാളിയുടെ ശമ്പളവും നമ്മുടെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലുള്ള ഒരു മാനേജറിന് 1 വർഷം കിട്ടുന്ന ശമ്പളവും തമ്മിലൊരു താരതമ്യ പഠനം നടത്തി നോക്കിയാൽ 941 വർഷക്കാലം ഈ ദിവസവേതന തൊഴിലാളി ജോലി ചെയ്താൽ മാത്രമേ ഒരു വർഷം നമ്മുടെ രാജ്യത്തിലെ ഒരു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തൊഴിൽശാലയുടെ മാനേജറുടെ ശമ്പളം എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ സാധാരണ ഒരു 60-70 വയസ്സാണ് നമ്മുടെ ഒരു ആയുർദൈർഘ്യമെങ്കിൽ ഒരു 200 വർഷക്കാലം, ഒരു 2 പതിറ്റാണ്ടുകൾ നമ്മൾ ജോലി ചെയ്തിരുന്നാൽ പോലും ആ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ എത്തുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വലിയ ഒരു വിടവ് നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ ഈ വിടവിനെക്കുറിച്ച് സംസാരിക്കുവാൻ, ഈ വിടവിനെക്കുറിച്ച് പറയുവാൻ നമ്മുടെ രാജ്യത്ത് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളെങ്കിൽ, അതല്ലെങ്കിൽ അത് തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ സ്വീകരിച്ച കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർചിന്തനം വേണോ എന്നുള്ള ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു കണക്കുകളും ഈ ഒരു വിടവിനെക്കുറിച്ചും ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസവും എത്തിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് കളക്റ്റീവ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒന്നു മാത്രമാണ് പറയുന്നത്, വീണ്ടും ശ്രീ മോഡി അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള പട്ടിണി പാവങ്ങൾ വോട്ട് ചെയ്ത് ശതകോടീശ്വരന്മാരുടെ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ വരുവാൻ പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് 5ാം സ്ഥാനത്ത് നിന്നും നമ്മുടെ രാജ്യത്തിന് 3ാം സ്ഥാനത്തേക്ക് എത്തണം. അതല്ലാതെ നമ്മുടെ രാജ്യത്തിലെ പട്ടിണി പാവങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തി അവർക്കും ഉണ്ണാനും ഉടുക്കുവാനുമുള്ള മിനിമം ആവശ്യങ്ങൾ പോലും നടത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തില്ല. അങ്ങനെ ഒരു പദ്ധതി ഇല്ലാത്തത് ഒരു സോഷ്യലിസ്റ്റ് പ്രത്യശാസ്ത്രം ഈ രാജ്യത്ത് പ്രചാരം നടത്താൻ കഴിയാത്തതിൻ്റെ കുറവാണെന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നു. ആ കുറവ് കൊണ്ട് കാണാം നമ്മുടെ രാജ്യത്ത് മതശക്തികൾ ശക്തി പ്രാപിച്ചത്. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. 2000 സഖാവ് നമ്മുടെ ആദരണീയനായിട്ടുള്ള വിശ്വംഭരൻ സാറ് ഒരു ലേഖനം എഴുതുകയുണ്ടായി. അദ്ദേഹം മറ്റൊന്നുമല്ല പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള സോഷ്യലിസ്റ്റുകാർ ഒരുമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു സോഷ്യലിസ്റ്റ് ആശയത്തെ മുൻനിർത്തിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രവർത്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ 2000 അദ്ദേഹത്തിൻ്റെ ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ കളങ്കം ചാർത്തുന്ന മതാധിക ശക്തികളുടെ കൈകളിൽ നമ്മുടെ രാജ്യം എത്തും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫസി പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിൽ നടപ്പിൽ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കുറവ് സഹിക്കേണ്ടത് അതിൻ്റെ സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ പ്രചാരണത്തിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളിൽ എത്തിക്കുവാനായിട്ടുള്ള
കടമയും കർത്തവ്യങ്ങളും നമ്മളിൽ ഓരോരുത്തരുമേ രക്ഷിതമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ മീഡിയകൾ മുഴുവനും ഈ ശതകോടീശ്വരന്മാരുടെ കൈകളിലാണ്. അന്ന് നമ്മുടെ ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് എറണാകുളത്ത് നമ്മുടെ സംഘടിപ്പിക്കുന്നു, കോഴിക്കോട് നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിയത് നമ്മുടെ ആദരണീയനായിട്ടുള്ള UDFൻ്റെ കൺവീനർ ശ്രീ MM ഹസനാണ്. അദ്ദേഹം ഇതിൻ്റെ ഈ സോഷ്യലിസ്റ്റ് കളക്റ്റീവിൻ്റെ പേരിൽ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തിനുള്ള പരിചയമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. കാരണം എൻ്റെ പിതാവ് അന്തരിച്ചുപോയി എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് അദ്ദേഹം. 82 അദ്ദേഹം എൻ്റെ പിതാവ് ആദ്യമായിട്ട് MLA ആകുമ്പോഴും 87 രണ്ടാമത് വയ്ക്കുന്ന ദിവസം, അതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു 80 മുതൽ ശ്രീ ഹസൻ സാർ കേരള നിയമസഭാ അംഗമാണ്. പക്ഷെ അവർ തമ്മിൽ എനിക്കറിയത്തില്ല, എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ ചിരിക്കു വക നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതെല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു നിറയുകയാണ്. അവർ തമ്മിലുള്ള ഹൃദയപൂർവ്വമായ ബന്ധമുണ്ട്. എൻ്റെ മാതാവിന് എൻ്റെ വൃക്ക സംബന്ധമായ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫാദർ അന്ന് ശ്രീ കുച്ചുണ്ണി സാറ് അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിൽ വളരെ വളരെ കടുത്ത രോഗത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. ഞാനന്ന് പ്രീഡിഗ്രിക്കോ എന്തോ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു വലിയ എനിക്കൊരു ബന്ധമുണ്ട്. എനിക്ക് നമ്മുടെ RB ശ്രീകുമാർ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ, നമ്മുടെ രാജ്യത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഉദ്യോഗ സംബന്ധമായിട്ട് അദ്ദേഹം പോയ സ്ഥലത്ത് തൻ്റെ സഹജീവികളായിട്ടുള്ള ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊന്നൊടുക്കിയപ്പോൾ അന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങളും എല്ലാം നാവനക്കാതെ നിന്നപ്പോൾ സുപ്രീം കോടതി നിയമിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ ചെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെങ്കിലും ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണെന്ന് പറഞ്ഞ് മൊഴി നൽകുവാനുള്ള ധീരത കാണിച്ച RB ശ്രീകുമാർ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ പേർക്കാണ് നമ്മുടെ ഹാള് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ ഒട്ടാകെ എത്തിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് പല പ്രാവശ്യം അതിൻ്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വർഗീയ വിരുദ്ധ പ്രചരണത്തിനും പോരാട്ടത്തിനും നിസ്തുലമായ സേവനങ്ങൾ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും നൽകുവാൻ അദ്ദേഹത്തിൻ്റെ ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയംഗമായിട്ടുള്ള സ്വാഗതം ഈ യോഗത്തിലേക്ക് നടത്തിക്കൊണ്ട് ഞാൻ ഇനി സമയം ദീർഘിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളും.